നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ആണിത്. ഡു, അതിനുശേഷം കേളി ബ്രാക്കറ്റ്, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ്, അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം വൈലിന്റെ അകത്ത് കണ്ടീഷൻ, പിന്നെ സെമിക്കോളൻ. നമ്മുടെ ഡു വൈൽ ലൂപ്പ് പോലെയല്ല. ഡു വൈൽ ലൂപ്പ് ആദ്യം അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ലൂപ്പിന്റെ അകത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മുടെ വൈലിന്റെ അകത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഈ കണ്ടീഷനാണ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്നത്. കണ്ടീഷനാണ് കൺട്രോൾസ് ദി ലൂപ്പ്. ഈ ഒരു വൈലിന്റെ അകത്തെ കണ്ടീഷനാണ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു തവണ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ഇവാലുവേറ്റഡ് ആഫ്റ്റർ ഈച്ച് എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ് ബോഡി. അപ്പൊ ഫസ്റ്റ് എൻ്റർ ദി ലൂപ്പ്, ആദ്യം ലൂപ്പിന്റെ അകത്ത് എൻ്റർ ചെയ്യും. അതിനുശേഷം എക്സിക്യൂട്ട് ദി കോഡ്, എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെന്റ്സ്, ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് എക്സിറ്റിന്റെ അവിടെയാണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എക്സിറ്റ് പോയിന്റിലാണ് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതേ കോഡ് തന്നെ ചെക്ക് ചെയ്യും, ഇതേ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതേ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. കോഡ് ട്രൂ ആണെങ്കിൽ വീണ്ടും അതേ കോഡ് റൺ ചെയ്യും, വീണ്ടും ട്രൂ ആണെങ്കിൽ അതേ കോഡ് റൺ ചെയ്യും. ഈ കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും അതേ കോഡ് റൺ ചെയ്യും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, വീണ്ടും ട്രൂ ആണെങ്കിൽ അതേ കോഡ് റൺ ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആയ ആ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഡു വൈൽ ലൂപ്പ്. അപ്പൊ ഡു വൈൽ ലൂപ്പിൽ ഒരു തവണ നമ്മുടെ കോഡ് എന്തായാലും എക്സിക്യൂട്ട് ആയിരിക്കും. കണ്ടീഷൻ റോങ് ആണെങ്കിലും നമ്മുടെ ഒരു തവണയെങ്കിലും ഡു വൈൽ ലൂപ്പിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് വൈൽ ലൂപ്പിൽ നിന്നുള്ള വ്യത്യാസം. നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ ഇന്റ് ITR = 112 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മളോട് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഡു പറഞ്ഞാൽ ആദ്യം കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. കോഡ് ആദ്യം എക്സിക്യൂട്ട് പറഞ്ഞാൽ ലൂപ്പിഡ് 1 × 1 പ്രിന്റ് ചെയ്യും. കാരണം ITRന്റെ വാല്യൂ നമ്മൾ 1 ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ITRന്റെ വാല്യൂ 1. അതിനുശേഷം പ്രിന്റ് ഓഫ് ലൂപ്പിഡ് %d ടൈംസ്, അതായത് ഇവിടെ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക, %d അവിടെ ITRന്റെ ഇപ്പോഴുള്ള വാല്യൂ 1 ടൈംസ് എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ITRന്റെ വാല്യൂ അപ്ഡേറ്റ് ആവും. ITRന്റെ വാല്യൂ പറഞ്ഞാൽ 1 ഉള്ളത് 2 ആയി. ITRന്റെ 1 ഉള്ള വാല്യൂ 2 ആയി. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ITRന്റെ വാല്യൂ <5 ആണെന്ന് ചെക്ക് ചെയ്യും. അതായത് കണ്ടീഷൻ എത്രയാണ്, 2 <5 ആണെന്ന് ചെക്ക് ചെയ്യും. 2 <5 ആണെന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് 2 <5 ഉള്ളത് കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ വീണ്ടും ഡു ചെയ്യും. ഡു പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യും. അതായത് ലൂപ്പിഡ് %d ടൈംസ്, ഇപ്പൊ എത്രയാണ്, ITRന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക, ലൂപ്പിഡ് 2 ടൈംസ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇവിടെ ലൂപ്പിഡ് 2 ടൈംസ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ITRന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ITRന്റെ വാല്യൂ ഇപ്പൊ എത്രയായി, ITRന്റെ വാല്യൂ 2 മാറി 3 ആയി. ഇനി വീണ്ടും ചെക്ക് ചെയ്യും 3 <5 ആണ്. 3 <5 ഉള്ളത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമ്മുടെ വീണ്ടും അതിന്റെ അകത്ത് ഡു ചെയ്യാൻ പറയും. അതായത് ഇതിന്റെ അകത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറയും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും ലൂപ്പിഡ് 3 ടൈംസ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇവിടെ എന്താ പ്രിന്റ് ചെയ്യുക, ഇവിടെ വീണ്ടും ലൂപ്പിഡ് 3 ടൈംസ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും ഇതിന്റെ ഔട്ട്പുട്ട്. അതിനുശേഷം ITR++, അടുത്ത ലൈനിന്റെ കോഡ് ITR++ ആണ്. ഇപ്പൊ നമ്മളെ ഈ ഒരു പ്രിന്റ് എഫ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്തത്, ലൂപ്പിഡ് 3 ടൈംസ്. അതിനുശേഷം ITRന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ITRന്റെ വാല്യൂ അപ്ഡേറ്റ് പറഞ്ഞാൽ ഈ 3 മാറിയിട്ട് 4 ആവും. അപ്ഡേറ്റ് ആയിട്ട് 4 ആയി. 4 ആയി കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യും. ITRന്റെ എക്സിറ്റിന്റെ അവിടെ ITR <5 ആണെന്ന് ചെക്ക് ചെയ്യും. ITR <5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ITRന്റെ വാല്യൂ 4 ആണ്. 4 <5 ആണെന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ വീണ്ടും ഇതിന്റെ അകത്തെ ലൂപ്പിന്റെ ബോഡിക്ക് പോകും. ലൂപ്പ് ബോഡിയിൽ എന്തൊട്ട് ചെയ്യുന്നത്, പ്രിന്റ് ഓഫ് ലൂപ്പിഡ് %d ടൈംസ് ITRന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പൊ ITRന്റെ വാല്യൂ 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ലൂപ്പിഡ് 4 ടൈംസ് എന്നത് കിട്ടും. ലൂപ്പിഡ് 4 ടൈംസ് എന്നത് അവിടെ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ITRന്റെ വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ITRന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്, 5 എന്നുള്ളത് കിട്ടും. 5 <5 ആണെന്ന് ചെക്ക് ചെയ്യും. 5 <5. ഇവിടെ കണ്ടീഷൻ ഫോൾസ് കിട്ടി. അപ്പൊ ഇനി നമ്മുടെ ഡു ലൂപ്പിന്റെ ഉള്ളിലേക്ക് പോവില്ല, അതായത് ഡു വൈൽ ലൂപ്പിന്റെ അകത്തേക്ക് ഇനി പോവില്ല. ഇനി ഇവിടെ വല്ല പ്രിന്റ് എഫോ അങ്ങനെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ ഇനി അവിടേക്കായിരിക്കും പ്രിന്റ് പോകുക. അപ്പൊ ഇനി നമ്മുടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ, ലൂപ്പിഡ് 1 ടൈംസ് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ലൂപ്പിഡ് 2 ടൈംസ്, ലൂപ്പിഡ് 3 ടൈംസ്, ലൂപ്പിഡ് 4 ടൈംസ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ, ഈ പ്രോഗ്രാം ജസ്റ്റ് ചെയ്യാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്, GCC program.c. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തപ്പോൾ എന്താ, ലൂപ്പിഡ് 1 ടൈംസ്, ലൂപ്പിഡ് 2 ടൈംസ്, ലൂപ്പിഡ് 3 ടൈംസ്, ലൂപ്പിഡ് 4 ടൈംസ് കിട്ടി. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. ഇവിടെ ഇന്റ് ITR = 5 കൊണ്ടുള്ള വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്തു. ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്താൽ ആദ്യം നമ്മൾ പണിയെടുക്കണം. നമ്മൾ ഒരു തവണ പണിയെടുക്കുക, അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ള പണി എന്താ, ഈ ഡു ലൂപ്പിന്റെ അകത്തെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള പണി. അപ്പൊ ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ലൂപ്പിഡ്
പെർസെന്റേജ് ടി ടൈംസ് ആയിട്ടുള്ളത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. ഈ പെർസെന്റേജ് ടിയുടെ അവിടെ ഐടിആറിന്റെ വാല്യൂ എത്രയാണ്? 5 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ ഐടിആറിന്റെ വാല്യൂ 5 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് പണി, നമ്മളോട് പറഞ്ഞിട്ടുള്ള പണി. അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. കണ്ടീഷൻ പറഞ്ഞാൽ 5 <5 ആണെന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. 5 <5 കണ്ടീഷൻ ആദ്യത്തെ ഫോൾസ് ആണ്. അപ്പൊ നമ്മുടെ ഇനി ഡു വൈ ലൂപ്പിന്റെ അകത്തേക്ക് പോവില്ല. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ലൂപ്പ്ഡ് 5 ടൈംസ് എന്നത് ഒരു തവണ മാത്രം പ്രിന്റ് ചെയ്യും. അതാണ് നമ്മുടെ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ഇവിടെ കണ്ടീഷൻ സ്റ്റാർട്ടിങ്ങിലെ ഫോൾസ് ആണ്. പക്ഷെ നമ്മുടെ ഡു വൈ ലൂപ്പ് ഒരു തവണയെങ്കിലും ഇതിന്റെ അകത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഡു വൈ ലൂപ്പിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ലൂപ്പ്ഡ് 5 ടൈംസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒരു തവണ പ്രിന്റ് ചെയ്യും. ഞാൻ ഇതിന്റെ കോഡ് ജസ്റ്റ് റൺ ചെയ്യാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് കോഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. gcc program.c അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പ്ഡ് 5 ടൈംസ് ഉള്ള ഈ ഒരു ഇതിന്റെ അകത്തെ കോഡ് ഒരു തവണ പ്രിന്റ് ചെയ്യും. പിന്നെ പ്രിന്റ് ചെയ്യില്ല. പിന്നെ പ്രിന്റ് ചെയ്യാണ്ടിരിക്കാൻ കാരണം 5 <5 ഉള്ളത് ഫോൾസ് ആയിരിക്കും. 5 അത് ഫോൾസ് ആയിരിക്കും. അപ്പൊ പിന്നെ ഈ ലൂപ്പിന്റെ അകത്തേക്ക് പിന്നെ പോവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡു വൈ ലൂപ്പും വൈ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം. ഡു വൈ ലൂപ്പിന്റെ സിന്റക്സ് ഇതാണ്. വൈ ലൂപ്പിന്റെ സിന്റക്സ് ഇങ്ങനെയാണ്. ഡു വൈ ലൂപ്പ് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു ലൂപ്പിന്റെ അകത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം എക്സിറ്റിന്റെ അവിടെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എക്സിറ്റിന്റെ അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതേ ലൂപ്പ് കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ഈ ലൂപ്പ്. അതുകൊണ്ട് തന്നെ ഡു വൈ ലൂപ്പിൽ നമ്മുടെ കോഡ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. കാരണം കണ്ടീഷൻ എക്സിറ്റിലാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തവണ നമ്മുടെ കോഡ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യുന്നു ഉറപ്പുവരുത്താം. അതാണ് ഇവിടെ പറയുന്നത്. ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. Later while exit check for the condition ചെക്ക് ചെയ്യും. പിന്നെ it will execute the statement at least for once. ഒരു തവണയെങ്കിലും നമ്മുടെ ഈ ഒരു ലൂപ്പ് കോഡിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എവിടെ യൂസ് ചെയ്യുക? മെനു ഡ്രിവൻ ആപ്ലിക്കേഷൻ. ലൈക്ക് എക്സാമ്പിൾ ATM നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വിത്ഡ്രോ ആണോ ചെയ്യേണ്ടത്, അത് ബാലൻസ് ആണോ അറിയേണ്ടത്, അതൊക്കെ ഓൾറെഡി നമുക്ക് ഒരു തവണയെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം വീണ്ടും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടീഷൻ ട്രൂ ആണെന്ന തരത്തിൽ നമ്മൾ എൻ്റർ അടിക്കണം. അപ്പൊ ATMലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഡു വൈ ലൂപ്പാണ്. പിന്നെ വൈ ലൂപ്പ് പറഞ്ഞാൽ എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അതായത് വൈ ലൂപ്പ് പറഞ്ഞാൽ ലൂപ്പിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യണതിന് തൊട്ട് മുന്നേ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ വൈ ലൂപ്പിന്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യൂ. അതുകൊണ്ട് ഇതിന്റെ അകത്തെ കോഡ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഒരു തവണയെങ്കിലും ട്രൂ ആവണം. കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ഇതിന്റെ അകത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യൂ. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് എത്ര തവണ ഈ ലൂപ്പ് ഐട്രേഷൻ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വൈ ലൂപ്പ് യൂസ് ചെയ്യാം. when the number of iteration is unknown, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് വൈ ലൂപ്പ് യൂസ് ചെയ്യാം. ഇതാണ് ഡു വൈ ലൂപ്പും വൈ ലൂപ്പും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഒരു തവണയെങ്കിലും കോഡ് എക്സിക്യൂട്ട് മിനിമം ചെയ്യുന്ന സാഹചര്യത്തിൽ ഡു വൈ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക.